എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എന്നെ കാണാത്തത് കൊണ്ട് എൻ്റെ ചാനലിൽ മറന്നുപോയി കാണും. ഏതായാലും ചില സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റാഞ്ഞത്. അപ്പം നമുക്ക് പവർ ഡയറക്ടറിൻ്റെ പുതിയൊരു പാർട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മോഷൻ ഗ്രാഫിക്സ് ആണ്. അതായത് ടൈറ്റിലിനകത്ത് നമ്മൾ എങ്ങനെയാണ് മോഷൻ ഗ്രാഫിക്സ് ആഡ് ചെയ്യുന്നതെന്ന്, അതുപോലെ തന്നെ ടൈറ്റിൽ തുടങ്ങും അതിൽ തന്നെ നമുക്ക് മോഷൻ ഗ്രാഫിക്സിനുള്ള ടെംപ്ലേറ്റുകൾ പവർ ഡയറക്ടറിലുണ്ട്. അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കസ്റ്റമൈസ് ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പവർ ഡയറക്ടർ ഓപ്പൺ ചെയ്ത് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ടൂൾ ബോക്സ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ടി എന്ന് പറഞ്ഞ് കിടക്കുന്ന ടൈറ്റിൽ റൂം എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ആ ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ മോഷൻ ഗ്രാഫിക്സ്. ഇതിനകത്ത് നമുക്ക് 14 ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. മോഷൻ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ എങ്ങനെയാണോ അതിൻ്റേതായ രീതിക്ക് കയറി എന്താ പറയുക ഒരു ചെറിയൊരു അനിമേഷനോട് കൂടി സ്ക്രീനിൽ വരുന്നത് എന്നുള്ളതാണ് മോഷൻ ഗ്രാഫിക്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ 14 ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. കാരണം നമ്മുടേത് ഒരു ജെനുവിൻ അല്ല, ഫ്രീ വെർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആകെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് കൂടുതൽ ടെംപ്ലേറ്റുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെനുവിൻ വെർഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ടെംപ്ലേറ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന ടെംപ്ലേറ്റുകൾക്ക് നിസ്സാര ഒരു പൈസ ഒരു എമൗണ്ടായിട്ട് ചാർജ് ചെയ്യും. ഇനി നമുക്കൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാം. ഇവർ തന്നിരിക്കുന്ന ടെംപ്ലേറ്റിലുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പം വീഡിയോയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു 10 സെക്കൻഡിൻ്റെ അടുത്ത് കാണും. അപ്പോൾ ആ ടൈം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഏകദേശം ഒരു 10 സെക്കൻഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ ഏതായാലും അത്രയും 10 സെക്കൻഡോളം നമുക്ക് വലിച്ചു നീട്ടി വെക്കാനൊക്കത്തില്ല. അപ്പോൾ ഒരു കുറച്ച് നേരത്തേക്കിന് മാത്രമേ ടൈറ്റിൽ നമുക്ക് വെക്കാനൊക്കൂ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ ഗ്രാഫിക്സ് ആഡ് ചെയ്യാനായിട്ടുള്ള ടൈറ്റിൽ നമുക്കിവിടെ നിന്ന് എടുക്കാം. അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ടൈറ്റിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തു. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം മോഡിഫൈ ടെംപ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വിൻഡോ വരും. ഇങ്ങനെ ഈ വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ടോപ്പിൽ നമുക്കിവിടെ കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടൻറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇവിടെ ഇങ്ങനെ ടൈറ്റിൽ എന്ന് പറയുന്ന ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അതിൽ നമ്മൾ ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ടും ബോൾഡാണോ ഇറ്റാലിക് ആണോ കളർ എന്താണ് അങ്ങനെയുള്ളതും, പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് ഇതിൻ്റെ ഹൈറ്റ് വിത്ത് പിന്നെ ആസ്പിറേഷൻ റേഷ്യോ അങ്ങനെ എല്ലാ ആസ്പെക്റ്റും പിന്നെ റൊട്ടേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കണ്ടൻറ്റ് മാറ്റിയിട്ട് നമ്മുടെ കണ്ടൻറ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കാം. ഐമേറ്റ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊസിഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അത് സെൻറ്ററിൽ വന്നു. ടൈറ്റിലിൻ്റെ മൊത്തത്തോടെയുള്ള സൈസാണ് കൂടുന്നത്. അതിൻ്റെ എന്താ പറയുക നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിലില്ല. അതെനിക്ക് പെയ്ഡിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ സൈഡിലായിട്ടത് പ്ലേസ് ചെയ്തു. നമ്മളതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി കളറ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ വൈറ്റല്ലേ കിടക്കുന്നത്, നമുക്കതൊരു എന്താ പറയുക ഒരു റെഡാക്കി നോക്കാം. ഓക്കെ, റെഡ് കളർ വന്നിട്ടുണ്ട്. ബോൾഡാക്കി ഇറ്റാലിക് ആക്കി. അപ്പോൾ ഈ ഓപ്ഷനുകളെല്ലാം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ഇത് എവിടെയാണ് വരുന്നത് എന്നൊന്നുകൂടെ നോക്കാം. സേവ് ആസ് കൊടുക്കുന്നു. ഇതിനൊരു പേര് വേണം.
നമുക്ക് ഐമേറ്റ് എന്ന് തന്നെ കൊടുക്കാം. എന്നാലേ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കസ്റ്റം ടെംപ്ലേറ്റിൽ ഐമേറ്റ് എന്നുള്ള പേരിൽ അത് വന്ന് കിടക്കുന്നു. ഇനി നമുക്കതിനെ എടുത്ത് നമ്മുടെ ബി റോളിലേക്ക് വയ്ക്കാം. കണ്ടില്ലേ? അപ്പം ആ കോർണറിലായിട്ടാണ് നമുക്ക് ഈ ടൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. ആ കസ്റ്റം മോഡിഫിക്കേഷൻ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ഭാഗം എവിടെയാണോ അവിടെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മറ്റേ സ്കെയിലിംഗ് ടൂൾ ഉപയോഗിച്ച് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ടൈറ്റിൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രം അവിടെ ആ കോർണറിലായിട്ട് കണ്ടു. നമ്മൾ നിസ്സാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. പക്ഷേ ഇത് കൂടുതൽ ടെംപ്ലേറ്റുകൾ ഇതിൽ നമുക്ക് കിട്ടും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സൈറ്റിൽ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. പഴയ പോലെ തന്നെ പ്രൊഡ്യൂസ് കൊടുക്കുക. അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് ഇത് പോകും. അവിടെ നിന്ന് നമുക്കിത് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് നമ്മൾ AVI സെലക്ട് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ട ഫോൾഡർ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ എന്താ പറയുക, നമ്മൾ ഡേറ്റ് വൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിലുള്ള ഫോൾഡറിലേക്ക് നമുക്കിതിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്തു. അതിന് ശേഷം ഇതിനൊരു പേര് കൊടുക്കണം. ആ പേരും കൂടി കൊടുത്ത് ഇതിനെ അങ്ങ് സേവ് ചെയ്ത് വെക്കാം. ടൈറ്റിൽ പിന്നെ സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫോർമാറ്റിലേക്ക് ഇത് മാറും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കി കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളില്ല, കാര്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ നമ്മുടെ ടെംപ്ലേറ്റിൽ കിടക്കുന്ന മോഷൻ ഗ്രാഫിക്സിനെ നമ്മുടെ രീതിക്കായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി ഈ വീഡിയോ നമുക്കൊന്ന് ബിഗ് സ്ക്രീനായിട്ട് കാണാം. പിന്നെ എപ്പോഴും പറയാനുള്ളത് പോലെ നമ്മളുടെ ഈ ടൈറ്റിൽ ട്രാക്ക്, അതായത് എന്ത് ചെയ്യുന്നോ ആ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ സോഴ്സ് ഫയൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഇത് സോഴ്സ് ഫയൽ കീപ്പ് ചെയ്യാനായിട്ട് സേവ് പ്രോജക്റ്റ് ആസ്, അതിൽ നമ്മൾ ചെന്നിട്ട് എവിടാണോ നമ്മുടെ ലൊക്കേഷൻ ആ ലൊക്കേഷനിലേക്ക് നമ്മളിത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഒന്നേന്ന് ചെയ്ത് തുടങ്ങണ്ട. ഈ സോഴ്സ് ഫയൽ എടുത്ത് അതിനകത്ത് എഡിറ്റ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഈ എന്താ പറയുക സോഴ്സ് ഫയൽ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഉപയോഗം തന്നെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ എന്താ എന്നുള്ളതൊന്ന് നോക്കാം. പിന്നെ ഇനി വീഡിയോകൾക്കിടയിലുള്ള ഈ ഗ്യാപ്പ് ഒരിക്കലും ഉണ്ടാകത്തില്ല. കഴിവതും എല്ലാ വീക്കിലും ഓരോ വീഡിയോ വീതം ഞാൻ പോസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റിൽ കിടന്നൊരു വീഡിയോയിലാണ് ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തത്. ഏതായാലും വളരെ മോശപ്പെട്ട രീതിയിലൊന്നുമല്ല, അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് ആ ടൈറ്റിൽ നമുക്ക് വിസിബിൾ ആകുന്നത്. ഇതുപോലെ തന്നെ പുതിയൊരു ട്യൂട്ടോറിയലുമായിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക. മറ്റൊരാൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഷെയർ കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ബൈ, ടേക്ക് കെയർ.